അമിതഭാരത്തിനായിട്ട് GLP-1 അനലോഗ് മെഡിക്കേഷൻസായ സെമാഗ്ലൂട്ടൈഡ് അല്ലെങ്കിൽ ടെർസിപ്പാറ്റൈഡ് എടുക്കുന്ന പല രോഗികൾക്കും എപ്പോഴും ഉള്ള ഒരു സംശയമാണ് ഇത് തങ്ങളുടെ കിഡ്നിയെ അല്ലെങ്കിൽ ഹൃദയത്തെ മോശമായിട്ട് ബാധിക്കുക എന്നുള്ളത്. എന്നാൽ തീർച്ചയായും നമ്മൾ കണക്കിലെടുക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഇത് വളരെയധികം കാർഡിയോവാസ്കുലർ സേഫായ അല്ലെങ്കിൽ റീനൽ സേഫായ ഡ്രഗുകളാണ്. അപ്പോൾ ഇത്തരം ഡ്രഗുകൾ എടുക്കുന്നത് വഴി റീനൽ സേഫ്റ്റിയും അതുപോലെ കാർഡിയോവാസ്കുലർ സേഫ്റ്റിയും എസ്പെഷ്യലി ഡയബറ്റിക് പേഷ്യൻസിൽ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഫാക്ട് ADA റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ പലപ്പോഴും ADA റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ റീനൽ പ്രോബ്ലം ഉള്ള പേഷ്യൻസിൽ ഒരു തേർഡ് ലൈൻ ഡ്രഗായി ഡയബറ്റീസിൽ GLP-1 അനലോഗത്തിൽപ്പെട്ട സെമാഗ്ലൂട്ടൈഡൊക്കെ ഉപയോഗിക്കുക എന്ന് തന്നെയാണ്. അതോടൊപ്പം തന്നെ കാർഡിയോവാസ്കുലർ സേഫ്റ്റി വളരെയധികം ഡോക്യുമെൻറ്റഡ് ആണ്. അതായത് നമ്മുടെ ഭാരം കുറഞ്ഞു വരുന്നതനുസരിച്ച് കാർഡിയോവാസ്കുലർ സേഫ്റ്റി അതായത് ഹൃദയത്തിൻ്റെ സേഫ്റ്റി പൂർണ്ണമായും കൂടി വരും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെട്ടിട്ടുള്ളത്. എന്നിരുന്നാലും നിങ്ങളുടെ ക്രിയാറ്റിനൊക്കെ കൂടുതലാണെങ്കിൽ കൃത്യമായ ഡോക്ടറുടെയൊക്കെ പിൻബലത്തോടെ മാത്രമേ നിങ്ങൾ ഇത്തരം മരുന്നുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. കാരണം ചില ആളുകൾക്ക് വെള്ളം കുടിക്കുന്നതൊക്കെ കുറഞ്ഞിട്ട് ഹൈഡ്രേഷനൊക്കെ മൂലം അക്യൂട്ട് റീനൽ ഫെയിലിയറൊക്കെ വരാനുള്ള ചെറിയ സാധ്യതകളുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് ഓൾറെഡി കിഡ്നി ഡിസീസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളുകൾക്കാണ്. അപ്പം അല്ലാതെ കിഡ്നി ഡിസീസ് ഇല്ലാത്തവർക്ക് വീണ്ടും ഇത്തരം രോഗങ്ങൾ വരാനുള്ള സാധ്യത തീർച്ചയായും കുറയുകയാണ് ചെയ്യുക. താങ്ക് യു. Stay healthy. Follow for more.